റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 തിരുവനന്തപുരം മലപ്പുറം ജില്ലയിൽ ചോദിച്ച LDC പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി: എ. നെയ്യാർ, ബി. കരമനയാർ, സി. പെരിയാർ, ഡി. ചാലിയാർ. ഉത്തരം ഓപ്ഷൻ എ, നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയാണ് നെയ്യാർ. 2. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര: എ. ഹിമാദ്രി, ബി. ഹിമാചൽ, സി. സിവാലിക്, ഡി. ട്രാൻസ് ഹിമാലയൻ. ഉത്തരം ഓപ്ഷൻ എ, ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. 3. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? എ. അടിമ, തുഗ്ലക്, ഖിൽജി, സയ്യിദ്, ലോധി. ബി. അടിമ, സയ്യിദ്, തുഗ്ലക്, ഖിൽജി, ലോധി. സി. അടിമ, ഖിൽജി, സയ്യിദ്, തുഗ്ലക്, ലോധി. ഡി. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഉത്തരം ഓപ്ഷൻ ഡി, അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമമാണ് അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. 4. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? എ. സംഗമ, ബി. സാലുവ, സി. തുളുവ, ഡി. അരവിഡു. ഉത്തരം ഓപ്ഷൻ സി ആണ്, തുളുവ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? തുളുവ. 5. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? എ. കൃഷ്ണ, ബി. കാവേരി, സി. നർമ്മദ, ഡി. താപ്തി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാവേരി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. 6. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ്? എ. ഒറീസ, ബി. മണിപ്പൂർ, സി. പഞ്ചാബ്, ഡി. അസം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അസം. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസം. 7. കേരളത്തിലെ നിത്യഹരിതവനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? എ. വയനാട്, ബി. കോഴിക്കോട്, സി. ഇടുക്കി, ഡി. പാലക്കാട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. കേരളത്തിലെ നിത്യഹരിതവനങ്ങളായ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. 8. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? എ. കെ. എൻ. പണിക്കർ, ബി. കെ. എം. പണിക്കർ, സി. സി. വി. രാമൻ പിള്ള, ഡി. അപ്പൻ തമ്പുരാൻ. ഉത്തരം ഓപ്ഷൻ ബി, കെ. എം. പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് കെ. എം. പണിക്കർ. 9. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തതേത്? എ. താരാപൂർ, മഹാരാഷ്ട്ര, ബി. നറോറ, ഉത്തർപ്രദേശ്, സി. കൽപ്പാക്കം, കർണാടക, ഡി. കൈഗ, കർണാടകം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൽപ്പാക്കം, കർണാടകം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് കൽപ്പാക്കം, കർണാടകം. 10. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? എ. ഉത്തർപ്രദേശ്, ബി. പശ്ചിമ ബംഗാൾ, സി. തമിഴ്നാട്, ഡി. മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 11. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ചൈനീസ് പ്രധാനമന്ത്രി: എ. ചൗമൗ, ബി. ജിയാൻസു, സി. ചൗ എൻലായി, ഡി. ഹു ജിൻഡോ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചൗ എൻലായി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗ എൻലായി. 12. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്: എ. നബാർഡ്, ബി. SBI, സി. റിസർവ് ബാങ്ക്, ഡി. യൂണിയൻ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്, റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം: എ. 2005, ബി. 2006, സി. 2008, ഡി. 2003. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷമാണ് 2005. 14. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ: എ. രംഗനാഥ് മിശ്ര, ബി.
വൈ.വി. ചന്ദ്രചൂഡ്, സി. കെ.ജി. ബാലകൃഷ്ണൻ, ഡി. ജെ.എസ്. വർമ്മ. ഉത്തരം ഓപ്ഷൻ എ ആണ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് രംഗനാഥ് മിശ്ര. 15. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? എ. 21-ാം അനുച്ഛേദം, ബി. 16-ാം അനുച്ഛേദം, സി. 24-ാം അനുച്ഛേദം, ഡി. 23-ാം അനുച്ഛേദം. 24-ാം അനുച്ഛേദം. 17. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? എ. പാരീസ്, ബി. റോം, സി. സ്വീഡൻ, ഡി. ബ്രസൽസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനമാണ് ബ്രസൽസ്. 18. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? എ. നാനാ സാഹിബ്, ബി. ബഹദൂർ ഷാ രണ്ടാമൻ, സി. റാണി ലക്ഷ്മിബായി, ഡി. ഔറംഗസീബ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ബഹദൂർ ഷാ രണ്ട്. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ട്. 19. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? എ. ദാദാഭായ് നവറോജി, ബി. രമേശ് ചന്ദ്ര ദത്ത്, സി. ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി. മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ എ ആണ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. 20. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എ. ബി. ആർ. അംബേദ്കർ, ബി. ജവഹർലാൽ നെഹ്റു, സി. രാജേന്ദ്ര പ്രസാദ്, ഡി. സച്ചിദാനന്ദ സിൻഹ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. 21. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതി? എ. ടോപ്പ് ഇന്ത്യ, ബി. ഗേൽ അഭിയാൻ, സി. ഗേലോ ഇന്ത്യ, ഡി. സ്പോർട്സ് ടാലൻറ്റ് സെർച്ച് സ്കീം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഗേലോ ഇന്ത്യ. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് ഗേലോ ഇന്ത്യ. 23. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? എ. 3, ബി. 4, സി. 5, ഡി. 2. ഉത്തരം ഓപ്ഷൻ ബി ആണ് 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 ഔദ്യോഗിക അംഗങ്ങളാണുള്ളത്. 24. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? എ. 2-ാം പഞ്ചവത്സര പദ്ധതി, ബി. 7-ാം പഞ്ചവത്സര പദ്ധതി, സി. 8-ാം പഞ്ചവത്സര പദ്ധതി, ഡി. 9-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിന് രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി? എ. അഭയ, ബി. ആശ്രയ, സി. മഹിളാ മന്ദിരം, ഡി. ആഫ്റ്റർ കെയർ ഹോം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിന് രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. 26. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? എ. 1994, ബി. 1992, സി. 1996, ഡി. 1993. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. 27. വിമോചന സമരം നടന്ന വർഷം ഏത്? എ. 1958, ബി. 1959, സി. 1971, ഡി. 1957. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1959 വിമോചന സമരം നടന്നത്. 28. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? എ. വയനാട്, ബി. കോഴിക്കോട്, സി. ഇടുക്കി, ഡി. പാലക്കാട്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. 29. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര്? എ. നീതി നിർവഹൺ, ബി. നീതി ആയോഗ്, സി. പ്ലാനിംഗ് അതോറിറ്റി, ഡി. നീതി ആവേഗ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. 30.
2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? എ. വ്യാവസായിക വികസനം, ബി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സി. മാനവശേഷി വികസനം, ഡി. സുസ്ഥിര വികസനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനം. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. 31. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. എ. പ്രോട്ടോൺ, ബി. ഇലക്ട്രോൺ, സി. ന്യൂട്രോൺ, ഡി. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ന്യൂട്രോൺ. 32. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. എ. ബോക്സൈറ്റ്, ബി. സിങ്ക് ബ്ലെൻഡ്, സി. കോപ്പർ പൈററ്റ്സ്, ഡി. ഹേമറ്റൈറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേരാണ് ഹേമറ്റൈറ്റ്. 33. പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടിക ഗ്രൂപ്പുകളുടെ എണ്ണം. എ. 14, ബി. 7, സി. 18, ഡി. 10. ഉത്തരം ഓപ്ഷൻ സി ആണ്, 18. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണമാണ് 18. 34. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? എ. ഓക്സിജൻ, ബി. ഹൈഡ്രജൻ, സി. നൈട്രജൻ, ഡി. ഹീലിയം. ഉത്തരം ഓപ്ഷൻ എ, ഓക്സിജൻ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. 35. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. എ. സിമൻറ്റ്, ബി. സിലിക്ക, സി. ബാക്ക്ലൈറ്റ്, ഡി. പോളിത്തീൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിലിക്ക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം സിലിക്കയാണ്. 36. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്തെ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? എ. ജലം, ബി. മണ്ണ്, സി. വായു, ഡി. താപം. ഉത്തരം ഓപ്ഷൻ സി ആണ്, വായു. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായു. 37. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? എ. 2, ബി. 1, സി. 4, ഡി. 3. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? 3. 38. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം. എ. 8, ബി. 6, സി. 7, ഡി. 9. ഉത്തരം ഓപ്ഷൻ എ, 8. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണമാണ് 8. 40. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? എ. ഹെർട്സ്, ബി. ജൂൾ, സി. ഡെസിബൽ, ഡി. വാട്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡെസിബൽ. ശബ്ദത്തിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ. 41. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? എ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ബി. തൈറോയിഡ് ഗ്രന്ഥി, സി. അഡ്രിനൽ ഗ്രന്ഥി, ഡി. തൈമസ് ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. 42. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റാമിൻ ഏത്? എ. വിറ്റാമിൻ സി, ബി. വിറ്റാമിൻ കെ, സി. വിറ്റാമിൻ എ, ഡി. വിറ്റാമിൻ ഡി. ഉത്തരം ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. 43. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? എ. സെറിബെല്ലം, ബി. സെറിബ്രം, സി. തലാമസ്, ഡി. മെഡുല ഒബ്ലോങ്കേറ്റ. ഉത്തരം ഓപ്ഷൻ എ ആണ്, സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. 44. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? എ. ഡിഫ്തീരിയ, ബി. പോളിയോ, സി. ടെറ്റനസ്, ഡി. വില്ലൻ ചുമ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോളിയോ. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? പോളിയോ. 45. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? എ. തെങ്ങ്, ബി. പപ്പായ, സി. കവുങ്ങ്, ഡി. റബ്ബർ. ഉത്തരം ഓപ്ഷൻ എ, തെങ്ങ്. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. 46. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാരാണ്? എ. അലക്സാണ്ടർ ഫ്ലെമിംഗ്, ബി. ലൂയി പാസ്റ്റർ, സി. എഡ്വേർഡ് ജെന്നർ, ഡി. റോബർട്ട് കോച്ച്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ. 47. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം.
എ തിമിരം, ബി ഗ്ലോക്കോമ, സി ദീർഘദൃഷ്ടി, ഡി വർണ്ണാന്ധത. ഉത്തരം ഓപ്ഷൻ എ ആണ് തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം തിമിരമാണ്. 48. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? എ റേച്ചൽ കഴ്സൺ, ബി ജൂലിയ ഹിൽ, സി വൻകാരി മതായി, ഡി സുനിത നരൈൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് വൻകാരി മതായി. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിതയാണ് വൻകാരി മതായി. 49. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? എ ചുവന്ന രക്താണുക്കൾ, ബി പ്ലേറ്റ്ലെറ്റുകൾ, കൊളസ്ട്രോൾ, ഡി ശ്വേത രക്താണുക്കൾ. ഉത്തരം ഓപ്ഷൻ ഡി ശ്വേത രക്താണുക്കൾ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേത രക്താണുക്കൾ. 50. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? എ കോഴിക്കോട്, ബി വെള്ളാനിക്കര, സി ചാലക്കുടി, ഡി കാസർഗോഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.